പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു പ്രശ്നം. ഇത് തന്നെ ഞങ്ങളും പറയുന്നത്. ഇവിടെ കേരളത്തിലെ വലതുപക്ഷ BJP കൂട്ടുകെട്ട് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അസ്വസ്ഥത ഉള്ള കൂട്ടുകെട്ടാണ്. അതായത് അവരൊരു വല്ലാതെ ഇങ്ങ് പ്രയാസപ്പെടുകയാണ്. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ ഭരണം നടത്തി മുന്നോട്ട് പോകുന്നു. മൂന്നാം തവണയും കേരളം ഇടതുപക്ഷത്തിൻ്റെ കൈകളിൽ ഭദ്രമാകും എന്നുള്ള വലിയ രീതിയിലുള്ള പ്രചരണം വരുന്നു. ജനങ്ങൾ ആ നിലക്ക് ചിന്തിക്കുന്നു. ആ സമയത്താണ് ഈ VD സതീശൻ BJP കൂട്ടുകെട്ടിൻ്റെ ആലോചനയിൽ ആര് വരുന്നത്? ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിൽ ഇടപെടൽ നടത്തുന്നത്. 3 വിജിലൻസ് കോടതികൾ, അതോടൊപ്പം ഒരു ഹൈക്കോടതി, കേരളത്തിൻ്റെ ബഹുമാനിയായ ഹൈക്കോടതി പോലും എടുത്ത് ദൂരെ എറിഞ്ഞ ഒരു കേസ്. ഒരടിസ്ഥാനവുമില്ല, കൈരേഖയല്ലാതെ മറ്റൊന്നുമില്ല. വാഗൊണ്ട് എന്തും വിളിച്ചു പറയുന്ന കുറെ പേരുടെ ഒരു കസർത്ത്, അവരുടെ വാചക കസർത്ത്, അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിലൊന്നുമില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയ ഒരു കേസ് വെച്ച് വീണ്ടും അവിടുന്ന് ഒരു അന്വേഷണ ഏജൻസി വരിക. കുറേ അന്വേഷണ ഏജൻസികളെ നമ്മൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിൽ കണ്ടു. അവർ പോയ വഴിക്ക് പിന്നീട് അത് കഴിഞ്ഞു. ഇപ്പോൾ അതാ പുതിയത് വരികയാണ്, പുതിയ സംവിധാനങ്ങൾ വരികയാണ്. ഇത് തന്നെ ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതിയിൽ ഈ CMRL കൊടുത്ത കേസ് അവിടെയുണ്ട്. അത് വിധി പറയാനുണ്ട്. ഈ CMRLന് പരാതിയില്ല, ഇവിടെ മറ്റേതെങ്കിലും കമ്പനികൾക്ക് പരാതിയില്ല, ഇന്ററിം സെറ്റിൽമെന്റിന് ബോർഡിന് പരാതിയില്ല. ഇതിലെല്ലാം ന്യായമായ ടാക്സ് അടച്ച് ഈ ഒരു സ്ഥാപനത്തിലേക്ക് വന്ന പണത്തെക്കുറിച്ച് എന്തിനാണ് പിന്നെ ഇങ്ങനെ ഒരു ഇടപെടൽ നടക്കുന്നത്? ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ഇന്ത്യയിൽ BJPയെ വല്ലാത്ത രീതിയിൽ വിറപ്പിക്കുന്ന, അല്ലെങ്കിൽ BJPക്ക് വലിയ അസഹിഷ്ണുത ഉണ്ടാക്കുന്ന ഒരു ഗവൺമെന്റും അതിൻ്റെ നേതൃത്വവുമാണ് സഖാവ് പിണറായി വിജയൻ. ആ അസഹിഷ്ണുതയുടെ ഫലമാണ്, അവർക്കുണ്ടാകുന്ന വലിയ പ്രയാസത്തിന്റെ ഫലമാണ് ഇങ്ങനെയുള്ള അന്വേഷണ ഏജൻസികൾ വരുന്നത്. പലകുറി നമ്മൾ കണ്ടതല്ലേ, കാരക്കയിൽ സ്വർണം, ഖുർആനിൽ സ്വർണം, എന്തൊക്കെ പറഞ്ഞു. ഇവിടെ ചെമ്പിൽ, ബിരിയാണി ചെമ്പിൽ സ്വർണം, അങ്ങനെയൊക്കെ പോയി പല അന്വേഷണ ഏജൻസികൾ പറന്നിറങ്ങി. 5ഓളം അന്വേഷണ ഏജൻസികൾ ഈ കേരളത്തിൽ പറന്നിറങ്ങി ഇങ്ങനെ വട്ടമിട്ടു നടന്നു ഇവിടെ. എന്നിട്ട് ഒന്നും നടന്നില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കൈകൾ ശുദ്ധമാണ് എന്ന് സകല കോടതികളും പറഞ്ഞു. ഇവിടെ ഒരു അഴിമതിയും നടന്നിട്ടില്ല. 2016 മുതൽ ഇവിടെ ഇതാ ഇപ്പോൾ 2025 എത്തി നിൽക്കുന്ന സമയത്ത് ഒരാക്ഷേപവും ഈ ഭരണത്തെക്കുറിച്ചോ ഭരണത്തിൽ ഒരു അഴിമതിയെക്കുറിച്ചോ ഒന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ ആകെയുള്ള പ്രശ്നം കേന്ദ്രം പണം തരാത്തതിന്റെ പ്രയാസങ്ങൾ കൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതകൾ മാത്രമാണ്. നമുക്ക് ന്യായമായും കിട്ടേണ്ട പണം എങ്ങനെയൊക്കെ തടഞ്ഞു വെക്കാൻ പറ്റുമോ അങ്ങനെ തടഞ്ഞു വെക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. അപ്പോൾ പോലും കേരള ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നവരാണ് ആര്? കേരളത്തിലെ കോൺഗ്രസ്. ആ സമയത്തും ഈ ഗവൺമെന്റ് രാജിവെക്കണം, മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് ഒരടിസ്ഥാനവും ഇല്ലാതെ പറയുന്നവരാണ് കേരളത്തിലെ പ്രതിപക്ഷം. അപ്പോൾ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കൂട്ടുകൃഷിയാണല്ലോ ഇത്. അവരുടെ കൂട്ടുകൃഷിയിൽ അവര് ഇങ്ങനെയൊക്കെ പറയൂ. അതുകൊണ്ട് അവരുടെ സംസാരത്തിന് ഒരു പുല്ല് വിലയെ ഞങ്ങളൊക്കെ കൽപ്പിക്കുന്നുള്ളൂ. അവർ ഈ ഇടപെടൽ എങ്ങനെ വന്നാലും രാഷ്ട്രീയമായി അവര് കേരളത്തെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷത്തെയും വേട്ടയാടാൻ വന്നാൽ ആ രാഷ്ട്രീയമായി തന്നെ ഞങ്ങൾ നേരിടും. ഈ കമ്പനിക്ക് നേരെ നടക്കുന്ന അന്വേഷണങ്ങൾ കമ്പനി തന്നെ അതിൻ്റെതായ രീതിയിൽ അതിനെ ചെറുക്കുകയും നിയമപരമായി നേരിടുകയും ചെയ്യും.